ഒരു മണി വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചൌക്കീദാർ ചോർ ഹെ എന്ന പരാമർശത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്. And this fight will go on. രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. ചൌക്കീദാർ ചോർ ഹെ എന്ന പരാമർശത്തിൽ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വാർത്തകളിലേക്ക്. മോദിയും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് സീതാറാം യെച്ചൂരി. കേരളത്തെ കണ്ട് മോദി പഠിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, എന്തൊക്കെ കാര്യങ്ങളാണ് യെച്ചൂരി പറഞ്ഞത്? ജോർജറ്റ്, അല്പം മുമ്പാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോഴിക്കോട് എത്തിയത്. കോഴിക്കോട് കൂട്ടാലിടയിൽ പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുമോ എന്ന ഉറ്റുനോക്കുകയാണ് രാജ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തിപ്പെടേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് യെച്ചൂരി പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റും ഇടതുപക്ഷം വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മനുഷ്യനായി കാണുന്ന ഒരേയൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നിന്നാണ് നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോദി പഠിക്കണം. മതനിരപേക്ഷയുടെ ചിഹ്നം കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തെ കണ്ടാണ് മോദി പഠിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും മാനവികതയുടെയും സംരക്ഷണത്തിന് കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് ലഭിക്കാൻ പാടില്ല. മോദിയുടെ ഭരണത്തിൽ പാവപ്പെട്ടവർ പാവപ്പെട്ടവനായും പണക്കാരനായി തന്നെയും തുടരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മോദിയും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ചെയ്യാൻ സാധിക്കുമെന്നും യെച്ചൂരി പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും, അതായത് BJPയെ വളരാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ കേരളത്തിന്റെ സംസ്കാരമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായത്. അതുകൊണ്ട് തന്നെ കേരളത്തെ മാതൃകയാക്കിയാണ് രാജ്യം മുൻപോട്ട് പോകേണ്ടത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും മോദിയുടെ ഭരണത്തിൽ ഉണ്ടായ, അതായത് വർഗീയത ഉൾപ്പെടെയുള്ള വളരാൻ ഏറ്റവും കൂടുതൽ വളക്കൂറ് നൽകിയ ഒരു ഭരണം കൂടിയാണ് മോദിയുടെ ഭരണം. അതുകൊണ്ട് തന്നെ മോദിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഓരോ ജനങ്ങളും ഏറ്റെടുക്കേണ്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസിന്റെയും ആന്റണിക്കുള്ള മറുപടിയും അദ്ദേഹം നൽകുകയുണ്ടായി. അതായത് കേരളത്തിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ് എന്നായിരുന്നു ആന്റണി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നത്. എന്നാൽ LDFനെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ എത്തിയതുൾപ്പെടെ തന്നെ LDFനെ എതിർക്കാനാണ് രാഹുൽ വന്നത്. അതിലൂടെ എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയത് എന്നും യെച്ചൂരി ചോദിച്ചു. LDFനുമായി മത്സരം പ്രധാനമല്ല എന്നാണ് നേരത്തെ ആന്റണി വ്യക്തമാക്കിയത്. എന്നാൽ ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ വാങ്ങിയത് കോൺഗ്രസിന് ഓർമ്മയില്ലേ എന്നും യെച്ചൂരി ചോദിക്കുകയുണ്ടായി. ഏതായാലും വൻ ജനപങ്കാളിത്തമാണ് ഇവിടെ കോഴിക്കോട് കൂട്ടാലിടയിൽ നടന്ന പൊതുയോഗത്തിൽ. വൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും സീതാറാം യെച്ചൂരിയെ കേൾക്കാനായി എത്തിയിരുന്നു. മെഗാ, മോദിക്കെതിരെ കേരളം എന്ത് നിലപാടെടുക്കുന്നു എന്നറിയാൻ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളം മാതൃക ആകുന്ന നിരവധി കാര്യങ്ങൾ രാജ്യത്ത് ഇതിനകം തന്നെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ അടക്കം ലഭ്യമായ സാഹചര്യങ്ങളൊക്കെ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ രാഷ്ട്രീയത്തിനെതിരെ കേരളം ഏത് നിലപാടെടുക്കുന്നു എന്ന് രാജ്യം ഉറ്റുനോക്കുമ്പോൾ കേരളത്തെ കണ്ട് പഠിക്കണം എന്ന് തന്നെയാണ് യെച്ചൂരി പറഞ്ഞത്. ഒരർത്ഥത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തെ ഇടതുപക്ഷത്തെയൊക്കെ പുകഴ്ത്തി പറഞ്ഞതിന്റെ കൂടി ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം തന്നെയല്ലേ ഇത്? പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ BJPയും കോൺഗ്രസും യെച്ചൂരിയുടെ വാക്കുകളെ എങ്ങനെയാകും സ്വീകരിക്കുക? ജോർജറ്റ്, യെച്ചൂരി പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. കേരളത്തിന്റെ മണ്ണിൽ ഒരു കാലത്തും വർഗീയത വാഴില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ, ഒപ്പം തന്നെ RSSും കേരളത്തെ മാതൃകയാക്കണം എന്ന് യെച്ചൂരി പറയുകയുണ്ടായി. കേരളത്തിന്റെ ഇനിയുള്ള മുൻപോട്ടുള്ള കാലങ്ങളിലൊക്കെ തന്നെയും കേരളത്തിന്റെ സംസ്കാരവും മാനവികതയും ഒക്കെ തന്നെയും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പോലും BJPക്ക് കേരളത്തിൽ ലഭിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് യെച്ചൂരി
യെച്ചൂരി പറഞ്ഞത്. കാരണം കേരളം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരേ ഒരു സംസ്ഥാനം എന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ മാതൃകയാക്കി വേണം മുൻപോട്ട് പോകാൻ എന്നാണ് യെച്ചൂരി പറഞ്ഞു വെച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയും കേരളത്തിൽ വയനാട്ടിൽ ഉൾപ്പെടെ എത്തുകയുണ്ടായി. കേരളത്തിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ. മോദിയും ഇന്ത്യൻ ജനതയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടൽ എന്ന് തന്നെയാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇതിന്റെ വിവരങ്ങളാണ് മേഘാ മാധവൻ തന്നത്. മറ്റു വാർത്തയിലേക്ക്, രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ചൌക്കിദാർ ചോർഹെ എന്ന പരാമർശത്തിൽ ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നു എന്ന ആരോപണമായിരുന്നു BJPക്ക്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നോട്ടീസും അയച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ചൌക്കിദാർ ചോർഹെ എന്ന പരാമർശത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പരാമർശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുതന്നെയാലും ആ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇതിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ന്യായ് പദ്ധതിയുടെ ബാനർ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉപയോഗിച്ചതിനെതിരെയും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ 24 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്ന് കാണിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയമുള്ളത്, ശബരിമല പരാമർശത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പരാമർശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചത് ഇടതുപക്ഷവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ശബരിമല വിഷയത്തിൽ തീക്കളി കളിക്കുന്നു എന്നൊരു പരാമർശം മോദിയുടെ ഭാഗത്തുനിന്നും വന്നിരുന്നു. അതുപോലെ തന്നെ ശബരിമലയുടെ പേര് പല തെരഞ്ഞെടുപ്പ് റാലികളിലും മോദി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പരാമർശത്തും ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മോദിക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കാനുള്ള ഒരു സാധ്യതയും അയക്കുമെന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും വരുന്നുമുണ്ട്. അതുപോലെ തന്നെ മോദി നടത്തിയ ബാലാക്കോട്ട് പ്രസംഗവും സൈനികരുടെ പേര് പറഞ്ഞുള്ള പ്രസംഗങ്ങളും ലാത്തൂരിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതായത് സൈന്യത്തിന്റെ പേരിൽ ലാത്തൂരിൽ പ്രസംഗിക്കുമ്പോൾ മോദി വോട്ട് തേടിയിരുന്നു. ഈ ഒരു പ്രസംഗവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല പരാമർശത്തിന്റെ പേരിൽ ആ ഒരു പരാമർശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ജോർജ്. വിഷ്ണു, കോൺഗ്രസ് ഉയർത്തിയ വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ചൌക്കിദാർ ചോർഹെ എന്നത്. അതിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? അതിനപ്പുറത്തേക്ക് BJP ഇതിന് സമാനമായി മേം ചൌക്കിദാർ എന്ന പ്രചരണവും നടത്തുന്നുണ്ട്. ഒരു പക്ഷത്തോട് മാത്രം വിശദീകരണം ചോദിച്ചതിൽ വിചിത്രമായിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ജോർജ്, ഈ ഒരു വിഷയം നേരത്തെ തന്നെ BJP നേതാക്കൾ, BJP അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ പരാതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതായത് ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം ഉയർത്തി റാഫേൽ വിധിയെ തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ BJP നേതാക്കൾ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ആ തരത്തിൽ ഈ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കാവൽക്കാരൻ കള്ളനാണ് എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കാൻ തയ്യാറായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി അവരുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ന്യായ് പദ്ധതിയുടെ ബാനർ ഇവർ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉപയോഗിച്ചത്. എന്നാൽ ബാനർ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെർമിഷൻ നൽകിയിരുന്നില്ല എന്ന് കാണിച്ചാണ് കഴിഞ്ഞ ദിവസം അതിലും രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടിയത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശബരിമല പരാമർശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ജോർജ്. വ്യക്തമാണ്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറയ്ക്കെതിരെ BJP സ്ഥാനാർത്ഥി പ്രഗ്യാസിംഗ് ഠാക്കൂർ സ്വന്തം കർമ്മം കൊണ്ടാണ് ഹേമന്ത് കൊല്ലപ്പെട്ടതെന്നാണ് മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി പ്രഗ്യാസിംഗിന്റെ പരാമർശം. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അതോടൊപ്പം മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയായ പ്രഗ്യാസിംഗ് ഠാക്കൂറിനെ BJP ഭോപ്പാലിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് വലിയ വിമർശനങ്ങൾക്കൊക്കെ തന്നെ വഴിയൊരുക്കിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ രീതിയിൽ മലേഗാവ് സ്ഫോടന കേസിലെ ഒരു പ്രതിയെ BJP സ്ഥാനാർത്ഥിയാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വിവാദ പ്രസ്താവന പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹേമന്ത് കർക്കറെ മഹാരാഷ്ട്രയിൽ മുംബൈ ഭീകരാക്രമണ സമയത്ത് മുംബൈയിൽ ഭീകരരെ പിടിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വീരമൃത്യു വരിച്ച APS ഉദ്യോഗസ്ഥനായ ഹേമന്ത് കർക്കറെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ നടത്തിയിരിക്കുന്നത്. മലേഗാവ് കേസിൽ തന്നെ കുടുക്കിയത് ഹേമന്ത് കർക്കറെയാണ്. അദ്ദേഹത്തിന്റെ വംശം ഇല്ലാതാകുമെന്ന് താൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. ആ സ്വന്തം പ്രവൃത്തി കാരണമാണ് ഹേമന്ത് കൊല്ലപ്പെട്ടത് എന്നുമാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ച ഈ മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പങ്കാളിത്തം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ തന്നെ വലിയ പുരോഗതി കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഹേമന്ത് കർക്കറെ. ആ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഭീകരവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട. വ്യക്തമാണ്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറെക്കെതിരെ BJP സ്ഥാനാർത്ഥി പ്രഗ്യാ സിംഗ് ഠാക്കൂർ രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് ശരത് നൽകിയത്. തിരികെത്താം ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. കൊച്ചി ഏലൂരിൽ അമ്മയുടെ മർദ്ദനത്തിനിരയായ കുഞ്ഞ് മരിച്ചു. തലച്ചോറിനേറ്റ ഗുരുതര ക്ഷതമാണ് മരണകാരണം. ഇന്നലെ അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ജാർഖണ്ഡ് സ്വദേശിനിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തും. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസമായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു കുഞ്ഞ്. ഇന്നലെ വൈകിട്ട് സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘം ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. സ്കാനിംഗ് റിപ്പോർട്ടിൽ വലിയ രീതിയിൽ തലയിൽ രക്തം കട്ടപിടിച്ചതായി മെഡിക്കൽ സംഘം കണ്ടെത്തിയിരുന്നു. തലച്ചോറിന്റെ പല ഭാഗത്തും നീർക്കെട്ടും രക്തയോട്ടം നിലച്ച അവസ്ഥയിലുമായിരുന്നു. തലയുടെ വലതുഭാഗത്ത് സംഭവിച്ച മുറിവിലൂടെ വലിയ തോതിൽ രക്തസ്രാവം സംഭവിച്ചു. അതിനാൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ. എങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു ഡോക്ടർമാർ. പക്ഷേ ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണം ഇന്ന് രാവിലെ 9:05 സംഭവിച്ചത്. അപ്പോൾ തലച്ചോറ് സീരിയസ് ആയിട്ടുണ്ടായിരുന്നുള്ള ആഘാതവും രക്തസ്രാവവും തുടർന്ന് അങ്ങോട്ട് കുട്ടിയുടെ രക്തസമ്മർദ്ദം താഴ്ന്നു പോവുകയും മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്തൊരവസ്ഥയും വന്നതോടുകൂടിയാണ് മരണം സംഭവിച്ചത്. അതെ, തലച്ചോറിനേറ്റ ക്ഷതം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട മരണകാരണം. കണ്ട ചെറിയ മുറിവുള്ള ചതകളുണ്ട്. അതൊരു മരണകാരണത്തിലേക്ക് എത്താനുള്ള രീതിയിലായിരുന്നില്ല. പ്രധാനപ്പെട്ടത് തലച്ചോറിലുണ്ടായിരുന്ന ആഘാതം തന്നെ. ഏലൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. അതേസമയം ഇന്നലെ അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് സ്വദേശിയായ കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. കുഞ്ഞിന്റെ അച്ഛന് മർദ്ദനത്തിൽ പങ്കില്ലെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇയാൾ നിരീക്ഷണത്തിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ചിദാനന്ദപുരി എന്ന സത്യനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പീപ്പിൾ പുറത്തുവിടുന്നു. ചിദാനന്ദൻ സ്ത്രീകളെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി പരാതി. മലാപ്പറമ്പിലെ ഷീബയെയും പ്രായമായ അമ്മയെയുമാണ് ചിദാനന്ദന്റെ ഗുണ്ടകൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. അക്രമത്തിൽ ഷീബയ്ക്കും ഭർത്താവിനും അമ്മയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. ഷീബയെയും ഭർത്താവ് സതീഷിനെയും ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. 10 കോടി രൂപ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കാനാണ് ചിദാനന്ദപുരിയുടെ ശ്രമമെന്ന് കുടുംബം പറയുന്നു. ഇപ്പോഴും ചിദാനന്ദന്റെ ഭീഷണി തുടരുന്നതായി കുടുംബം പറഞ്ഞു. എൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ അനിയനാണ് ചിദാനന്ദപുരി. അച്ഛനും അമ്മേൻ്റെയും കൂടെയാണ് ഞങ്ങൾ താമസം. അപ്പോൾ ഇത് നിൽക്കുന്ന വീടും സ്ഥലവും തിരിച്ചു കൊടുക്കണം, ആശ്രമത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കാലമായി ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത്. അതിൻ്റെ പേരിൽ കുറേ പ്രാവശ്യം ഇവിടെ വന്ന് ആശ്രമത്തിലെ ആളുകളാന്ന് പറഞ്ഞ് ഇവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമി പറഞ്ഞിട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. പി വി കുട്ടൻ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ ചിദാനന്ദപുരിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ മൂടുപടത്തിൽ അദ്ദേഹം നടത്തുന്ന വലിയ കൊട്ടേഷൻ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. കോഴിക്കോട് മലാപ്പറമ്പ് സിവിൽ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഷീബയും അവരുടെ ഭർത്താവ് സതീശനുമാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ നിരന്തരമായി ഈ കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിദാനന്ദപുരിയും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 40-50 സെന്റോളം സ്ഥലവും 2 വീടുമുണ്ട്. ഇതിന് ഏതാണ്ട് 10 കോടി രൂപ വിലമതിക്കും. ഈ സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബത്തിന് നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. ഷീബയെയും അതുപോലെ തന്നെ സതീഷിനെയും തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിൽ അതിക്രമിച്ചു കയറി വളരെ മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പീപ്പിളിനോട് ഷീബയും ഭർത്താവും നടത്തിയിരിക്കുന്നത്. ജോർജറ്റ്.